ദ ജേർണലിസ്റ്റിലേക്ക് ഗ്രൂപ്പ് വഴക്കിന് പേരുകേട്ട പ്രസ്ഥാനമാണ് കേരള BJP. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്തൊക്കെ BJPയിൽ ഉണ്ടായിരുന്ന കൂട്ടപ്പൊട്ടിത്തെറികളും നിരവധി കോമഡികളും നമ്മൾ കണ്ടതാണ്, ആസ്വദിച്ചതാണ്, കുറേയൊക്കെ ചിരിച്ചതുമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ പൊതുവിലുണ്ടായിരുന്നൊരു വിലയിരുത്തൽ കേരളത്തിലെ BJPയുടെ ഗ്രൂപ്പിസം അവസാനിക്കാൻ പോകുന്നു, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് ചിന്തിച്ചുകൊണ്ട് കോർപ്പറേറ്റ് ശൈലിയിലേക്ക് ചിട്ടയോടെ അച്ചടക്കത്തോടെ ഒത്തൊരുമയോടുകൂടി BJP എന്ന പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇനി ഗ്രൂപ്പിസം എന്നത് ഒരിക്കലും കേരള BJPയിൽ ഉണ്ടാകില്ല എന്ന മട്ടിലൊക്കെയായിരുന്നു പല BJP നേതാക്കളും പരസ്യമായി പ്രസ്താവന നടത്തിയത്. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികൾ സൃഷ്ടിക്കും എന്നൊക്കെ BJP നേതൃത്വം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്ന ചോദ്യം ഇപ്പോഴും സജീവമാണ്. BJP പറയുന്നത് കേരളത്തിൽ തൂക്കുമന്ത്രിസഭയായിരിക്കും, ഞങ്ങൾക്ക് 15 സീറ്റ് കിട്ടും, അതിനപ്പുറം കിട്ടും, ചിലപ്പോൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും BJP ആയിരിക്കുമെന്നൊക്കെയാണ്. പക്ഷേ പൊതുജനങ്ങൾ പറയുന്നത് BJP ചിലപ്പോൾ അക്കൗണ്ട് തുറന്നേക്കും, പക്ഷേ അതിനപ്പുറം വലിയ അത്ഭുതങ്ങളൊന്നും കേരളത്തിൽ BJP സൃഷ്ടിക്കാൻ സാധ്യതയില്ല എന്നാണ്. കാരണം അതിന് പല ഉദാഹരണങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. ഒരു മാറ്റത്തിന് വോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJP ജനങ്ങളെ കാണുമ്പോഴും ഇത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിയ 2 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് ശേഷം എന്തു സംഭവിച്ചു എന്ന കാര്യം ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതാണ്. കേരളത്തിന് ഇതാ ഒരു കേന്ദ്രമന്ത്രി വരുന്നു, ആ കേന്ദ്രമന്ത്രി വന്നാൽ തൃശ്ശൂർ പൂങ്കാവനമായി മാറും, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സിറ്റിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് മാത്രമായി കൊണ്ടുവന്ന പദ്ധതികൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ BJPക്ക് വലിയ മറുപടികളൊന്നും തരാനില്ല. ഒരു സാധാരണ MP കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകാമെന്നതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുന്ന വിധത്തിൽ സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്തോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം അല്ലെങ്കിൽ കൃത്യമായി കാണിക്കാൻ പറ്റുന്ന ഒരു മറുപടി തൃശ്ശൂരിൽ ഉയർന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി എന്ത് ചെയ്തു? 2 ബജറ്റുകൾ അതിനുശേഷം പ്രഖ്യാപിക്കപ്പെട്ടു. സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിത്തന്നോ? ഇല്ല എന്നാണ് മറ്റെംപിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. BJPക്ക് പോലും അത്തരം വലിയൊരു ക്ലെയിം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നൽകാനില്ല. അപ്പം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞതൊന്നും BJP നടത്തിയിട്ടില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് സുരേഷ് ഗോപിയോട് ഇതൊരു ദേശീയ ദുരന്തമാക്കി സഹായങ്ങൾ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി തട്ടിക്കയറുകയാണ് ചെയ്തത്. ഇന്ന് ഗ്യാസ് വില വർധനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായൊരു മറുപടി പറയാതെ ലോകത്ത് മുഴുവൻ നടക്കുന്നൊരു സംഭവമാണ് എന്ന മട്ടിലാണ് സുരേഷ് ഗോപി പറയുന്നത്. പണ്ട് V മുരളീധരൻ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഈ ഇന്ധന വിലവർധനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഒരു അംശം, ഇവിടെ ഒരു അംശം, അപ്പുറത്ത് വേറൊരു അംശം എന്നൊക്കെ പറഞ്ഞ് പൊട്ടൻ കളിച്ച് ഒരു കോമഡി പീസായി അദ്ദേഹം മാറിയത് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെ സുരേഷ് ഗോപിയും മാറുന്നു എന്നാണ് ജനങ്ങൾക്കുള്ള ഒരു വിമർശനം. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് വലിയൊരു വികസന രേഖ പ്രഖ്യാപിക്കും എന്ന് VV രാജേഷ് അടക്കമുള്ളവർ പറഞ്ഞതാണ്. ഇതിനെന്താണ് സംഭവിച്ചത്? പ്രധാനമന്ത്രി വന്നു തിരുവനന്തപുരത്ത്, അത് ശരിയാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ വരാത്തതല്ല, മലയാളികൾ പ്രധാനമന്ത്രിയെ കാണാത്തതുമല്ല. പക്ഷെ അവിടെ വന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയോ തിരുവനന്തപുരത്തിന് മാത്രമായി അല്ലെങ്കിൽ കോർപ്പറേഷന് മാത്രമായി ബൃഹത്തായ BJP തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെയുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവരികയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിൽ വന്നു, BJPയുടെ ക്യാമ്പയിനുകളിൽ പങ്കെടുത്തു, സംസാരിച്ചു. പക്ഷെ അവിടെയൊന്നും കേരളത്തിന് വേണ്ടി എന്തെങ്കിലും നൽകുമെന്നോ വരുന്നുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ BJP നേതാക്കൾ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ്, കേന്ദ്രം അത് തരും ഇത് തരും എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രായോഗിക തലത്തിൽ കേരളത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും തന്നതായോ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി പ്രത്യേകമായി കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വലിയ സഹായങ്ങൾ നൽകിയതായോ ഒന്നും എവിടെയുമില്ല. അപ്പോൾ പലരും ചോദിക്കും ദേശീയപാത വന്നില്ലേ എന്ന്. അതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്നുണ്ട്. അത് BJPയുടെ പാർട്ടി ഓഫീസിൽ നിന്നെടുത്തല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ റോഡ് ടാക്സ്, നമ്മുടെ ഇന്ധന സെസ് തുടങ്ങി പല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രൂപത്തിൽ തിരിച്ചു തരുന്നത്. അതുതന്നെയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പാർട്ടികളും അല്ലെങ്കിൽ ഏത് ഭരണകൂടമായാലും ചെയ്യേണ്ടതും. അതേ അവർ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വലിയ ഹൈപ്പ് ഉണ്ടാകുമെന്നും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ഇതോടുകൂടി BJP കേരളം ഭരിക്കുന്ന നിലയിലേക്ക് മാറ്റിമറിക്കപ്പെടുമെന്നുമൊക്കെയുള്ള പ്രചാരണങ്ങൾ നമുക്കിടയിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ
അതുപോലെ കഴക്കൂട്ടം, ചാത്തന്നൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ 10-15 സീറ്റുകൾ BJP ഇത്തവണ പിടിക്കുമെന്നാണ് BJPക്കാർ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇന്ന് പല ചാനലുകളും ചില ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. കൊച്ചിയിൽ BJP നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള വലിയ ബാനറുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പായസം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കലങ്ങൾ ഓർഡർ ചെയ്യുകയാണ്. ലഡു വിതരണത്തിന് വേണ്ടി ഓറഞ്ച് ലഡു ഓർഡർ ചെയ്തിരിക്കുകയാണ് BJP. എറണാകുളത്ത് അവിടെ ഏത് BJPക്കാരൻ ജയിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് വാർത്തകൾ വരികയാണ്. അപ്പോൾ BJPയുടെ പ്രവർത്തകർ, സാധാരണക്കാരായ പ്രവർത്തകർ വിചാരിക്കുന്നത് കേരളം BJP അങ്ങ് അടിച്ചു തൂക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില BJP നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് BJP പറഞ്ഞതുപോലെയൊന്നുമുള്ളൊരു നേട്ടം അവർക്കുണ്ടാക്കാൻ കഴിയില്ല എന്ന് നേതൃത്വത്തിന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ BJPയിൽ വലിയ തോതിലുള്ള ഗ്രൂപ്പിസം അതിൻ്റെ ഉള്ളിൽ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകൾ BJPക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആദ്യമൊന്നും പരസ്യമായ ഗ്രൂപ്പിസത്തിലേക്ക് ആരും വന്നിരുന്നില്ല. അതൃപ്തികളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒന്നും പറയാതെ മിണ്ടാതിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായതോടുകൂടി പല നേതാക്കളും നേതൃത്വത്തിനെതിരെ ശക്തമായ തിരിച്ചടിയുമായി, അല്ലെങ്കിൽ വെട്ടിത്തുറന്നുള്ള വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നോക്കുക, പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 18,000-ലധികം വോട്ടിനാണ് BJPയുടെ കൃഷ്ണകുമാർ തോറ്റത്. അതിന് കാരണം അന്നത്തെ പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള കോക്കസ് ഈ പറയുന്ന കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി BJPയിലെ പ്രഗത്ഭരായ പലരെയും വെട്ടിനിരത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ പോലും BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും പാലക്കാട് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നു. വരുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിലായിരുന്നു പ്രചാരണം. തീർച്ചയായും ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. തുടക്കത്തിൽ ഏറ്റവും ആദ്യം ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് അടുക്കും തോറും BJPക്കുള്ളിൽ നിന്ന് തന്നെ ശോഭാ സുരേന്ദ്രനിട്ടുള്ള പണികൾ ഒന്നൊന്നായി അവിടെ പോയിരുന്നു. ഇപ്പോൾ രമേശ് പിഷാരടി അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് കുറേ BJPക്കാർ അവിടെ രമേശ് പിഷാരടിയെ തടഞ്ഞ് നിങ്ങൾ ഈ വഴി പോകരുതെന്ന് പറഞ്ഞ് പ്രകടമായ ഫാസിസം കാണിച്ചു. രമേശ് പിഷാരടി വളരെ തന്ത്രപരമായി മാന്യമായി അതിനെല്ലാം മറുപടി പറഞ്ഞു. അത് ജനങ്ങളെ ഏറ്റെടുത്തു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആ വിഷയത്തിൽ രമേശ് പിഷാരടിക്കൊപ്പമായിരുന്നു. കാരണം ക്ഷേത്രത്തിൽ പോകാനായിട്ട് സ്വന്തം പാർട്ടി പ്രവർത്തകരായ സ്ത്രീകൾക്കൊപ്പം, പുരുഷന്മാർക്കൊപ്പം, അമ്മമാർക്കൊപ്പം നടന്നു നീങ്ങിയ രമേശ് പിഷാരടിയെ നടു റോഡിൽ വെച്ച് BJPക്കാർ തടയുകയാണ്. ഇത് ഞങ്ങളുടെ ഏരിയയാണ്, പോകരുതെന്ന് പറഞ്ഞിട്ട്. അത് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ വേണ്ടി BJPക്കുള്ളിലുള്ള ചില ആളുകൾ തന്നെ തയ്യാറാക്കിയൊരു നാടകമായിരുന്നു എന്നാണ് പലരും കരുതുന്നത്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ വോട്ടിന് നോട്ട് എന്ന വിവാദത്തിൽപ്പെട്ടത് ലാസ്റ്റ് മണിക്കൂറിൽ അത് BJPക്കുള്ളിൽ നിന്ന് തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി BJPക്കുള്ളിൽ ഒരു കോക്കസ്, അതായത് ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ പിന്നെ ഒരിക്കലും തങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല, തങ്ങൾ ഇരുത്തപ്പെടും എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം BJPക്കുള്ളിൽ നിന്ന് കളിച്ച കളിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം, അല്ലെങ്കിൽ ചില സൂചനകൾ. അത് സത്യസന്ധമാണോ, അങ്ങനെ ഒരു പരാതി ശോഭാ സുരേന്ദ്രൻ ഉണ്ടോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടാൽ നമുക്കറിയാൻ സാധിക്കും. വെട്ടിത്തുറന്ന് ശോഭാ സുരേന്ദ്രൻ പല കാര്യങ്ങളും വിളിച്ചു പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. എഴുതി വെച്ചോളൂ, ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതകൾ തീരെയില്ല എന്നാണ് പാലക്കാട് നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട്. എക്സിറ്റ് പോളുകളിലൊക്കെയും ശോഭാ സുരേന്ദ്രന് തിരിച്ചടി ഉണ്ടാവുകയും രമേശ് പിഷാരടി ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന എക്സിറ്റ് പോളുകളാണ് കൂടുതലായി വന്നിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ വലിയൊരു തിരിച്ചടി നേരിട്ടാൽ ശോഭാ സുരേന്ദ്രനെ വെട്ടിയൊതുക്കാൻ പാർട്ടിക്കുള്ളിൽ വലിയ ശ്രമങ്ങളുണ്ടായി എന്ന നിലയിലേക്ക് ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 10 സീറ്റിൽ ജയിക്കുമെന്ന് BJP പറയുകയാണ്. പക്ഷേ 10 സീറ്റിൽ ജയിച്ചാലും പല സീറ്റുകളിലും പല മണ്ഡലങ്ങളിലും കടുത്ത അതൃപ്തി BJPക്കുള്ളിലുണ്ട്. അതുപോലെ തന്നെ NDAയ്ക്കുള്ളിലുണ്ട്. ജയസാധ്യതയുള്ള അല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമായിരുന്ന തൃപ്പൂണിത്തറ പോലുള്ള മണ്ഡലങ്ങളിൽ, തൃക്കാക്കര പോലുള്ള ഇടങ്ങളിലൊക്കെ എന്തുകൊണ്ട് 2020 സ്ഥാനാർത്ഥികളെ നിർത്തി? അതൊരു വലിയ ചോദ്യമായിട്ട് ഉയരുന്നുണ്ട്. 2020 സ്ഥാനാർത്ഥികളെ നിർത്തിയത് BJPക്ക് മുന്നേറാനുള്ള അവസരം സ്വയം ഇല്ലാതാക്കിയത് CPMുമായുള്ള ഡീലിൻ്റെ ഭാഗമാണോ എന്ന് ചോദിക്കുന്ന സാധാരണ പ്രവർത്തകർ പോലും BJPക്കുള്ളിലുണ്ട്. BJPയുടെ പല പരമ്പരാഗത നേതാക്കൾക്കും ഈ സീറ്റുകളിൽ മത്സരിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന പല നേതാക്കൾക്കും
ഈ സീറ്റുകൾ BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന് കരുതി പ്രവർത്തകർക്കും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വലിയ അതൃപ്തിയുണ്ട്. പക്ഷെ അവരൊക്കെ വിശ്വസിക്കുന്നത് ഇപ്പോഴും BJP ഒരു 10 സീറ്റ് 20 സീറ്റ് 30 സീറ്റ് തൂക്കും മന്ത്രിസഭ ഇതൊക്കെയാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് BJP നേതൃത്വത്തിന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തള്ളുകളൊന്നും ഇപ്പോൾ BJP നേതാക്കൾ ആരും നടത്താത്തത്. BJP കേന്ദ്രങ്ങൾ പൊതുവെ സൈലൻ്റ് ആണ്. LDFും UDFുമാണ് ആര് ജയിക്കും എത്ര സീറ്റ് കിട്ടും എന്നത് സംബന്ധിച്ച് ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത്. BJP വളരെ സൈലൻ്റ് ആയിരിക്കണം. കാരണം എന്താണ്? വലിയ പരാജയ ഭീതി, അല്ലെങ്കിൽ ഇത്രയും വലിയ ആവേശത്തിൽ ഇത്രയും വലിയ സീറ്റുകളൊക്കെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ നിമിത്തം ഗ്രൂപ്പ് വിഷയങ്ങൾ, അതുപോലെ തന്നെ മുന്നണികളിലെ ആ മുന്നണിക്കുള്ളിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലതും ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അതിന് കാരണം BJP ഇപ്രാവശ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പൊട്ടിയാൽ BJPക്കുള്ളൊരു കൂട്ടപ്പൊട്ടലുണ്ടാകും. എന്ന് മാത്രമല്ല, ഇവിടെ ഒരു വലിയ ഗെയിം പ്ലാൻ നടന്നിട്ടുണ്ട് എന്ന നിലയിലേക്ക് ചർച്ചകൾ വരും. BJPയിലെ ഗ്രൂപ്പിസം തലപൊക്കും എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് BJP 10 സീറ്റിൽ ജയിക്കുക എന്ന് തന്നെ വെച്ചു, അവരത്രയും സീറ്റിൽ ജയിച്ചു എന്ന് തന്നെ വെച്ചോളൂ. എങ്കിലും വലിയൊരു തകർച്ച, വലിയൊരു തിരിച്ചടി BJPക്കുള്ളിൽ ഉണ്ടാകും. ശോഭാ സുരേന്ദ്രൻ വിഷയമായിരിക്കും ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്കുള്ളിലെ പൊട്ടിത്തെറികളിലേക്ക് നയിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.